നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു. തിരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയം 19ാമത് വാർഷികം നാട്ടുണർവ് ആഘോഷിച്ചു. വനാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൂരം മഹോത്സവത്തിന് കൊടിയേറി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക ഉത്സവങ്ങൾ അലങ്കോലമാക്കാൻ നടത്തിയ ഇടപെടലിൽ LDF അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു. ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലാകെ 26,74,625 വോട്ടർമാർ. തലോർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുണർദം തിരുവുത്സവം ജനുവരി 8 മുതൽ 14 വരെ ആഘോഷിക്കും. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ജാഥ മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രൗഢിയും ചരിത്രവും സമന്വയിപ്പിച്ച് വാദ്യമേളങ്ങളുടെയും ദൃശ്യാവിഷ്കാരങ്ങളുടെയും അകമ്പടിയോടെ നടത്തിയ റാലി ശ്രദ്ധേയമായി. വർണ്ണാഭമായ ബാനറുകളും പ്ലക്കാർഡുകളും വേഷവിധാനങ്ങളുമായി വിദ്യാർത്ഥികളും അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും ആവേശത്തോടെ റാലിയിൽ അണിനിരന്നു. ജൂബിലി കാഹളം മുഴക്കി ടൗൺ ചുറ്റി ചാലക്കുടിയുടെ നഗരവീഥികളെ ഉണർത്തിക്കൊണ്ട് കടന്നുപോയ ജാഥയിൽ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഗൈഡ്സ്, വിദ്യാർത്ഥിനികൾ, PTA, MPTA അംഗങ്ങൾ എന്നിവർ പങ്കാളികളായി. മേളത്തിന്റെ ചടുലമായ താളങ്ങളും ജനക്കൂട്ടത്തിന്റെ ആവേശകരമായ ആർപ്പുവിളികളും റാലിക്ക് മാറ്റുകൂട്ടി. ഭൂതകാലത്തിന്റെ ആഘോഷം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സ്കൂളിനുള്ള സ്ഥാനം വീണ്ടും ഉറപ്പിക്കുന്നതായിരുന്നു വിളംബര ജാഥ. PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ, ശതാബ്ദി ജൂബിലി കമ്മിറ്റി ജനറൽ കൺവീനർ സ്റ്റാറി പോൾ, മുനിസിപ്പൽ കൗൺസിലർ നിത പോൾ, റെയ്സൻ ആലുക്ക, സ്കൂൾ ലീഡർ കുമാരി ശ്രീലക്ഷ്മി മേനോൻ എന്നിവർ പ്രസംഗിച്ചു. തിരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയം 19ാമത് വാർഷികം നാട്ടുണർവ് ആഘോഷിച്ചു. തിരുത്തിപ്പറമ്പിന്റെ അഭിമാനമായ സാംസ്കാരിക നിലയത്തിന്റെ വാർഷികാഘോഷം ആളൂരിൽ CI ബിനീഷ് KM ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികളും ആളൂർ കേരളോത്സവം വിജയികളുടെ വിജയാഹ്ലാദ പ്രകടനവും നടന്നു. ചടങ്ങിന്റെ പ്രധാന ദിവസമായ ജനുവരി 5 ഞായറാഴ്ച ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാദേലി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിനോദ് സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ മാനവ സംസ്കൃതി പുരസ്കാരം ചാലക്കുടി ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് സമ്മാനിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, മാള ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCA 2ാം റാങ്ക് നേടിയ അക്വീന ജോയിയെ ആദരിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ പ്രഭ കൃഷ്ണനുണ്ണി, KV രാജു, മാള ബ്ലോക്ക് മെമ്പർ സന്ധ്യ നൈസൻ, കൊരട്ടി പാഥേയം പ്രതിനിധി വേണു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സാംസ്കാരിക നിലയം പ്രഥമ പ്രസിഡന്റ് ബൈജു കണ്ണുകാടൻ ചടങ്ങിന് സ്വാഗതം അറിയിച്ചു. സെക്രട്ടറി നവീൻ ചുള്ളിക്കാട്ടിൽ സാംസ്കാരിക നിലയത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീകാന്ത് MB ചടങ്ങിന് നന്ദി അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ലോകപ്രശസ്ത തെരുവ് ജാലവിദ്യക്കാരൻ ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി അവതരിപ്പിച്ച ജിം ബൂംബ മാജിക് ഷോ, ഗാനമേള, ഡാൻസ് ഇവന്റ് തുടങ്ങി പരിപാടികളും അരങ്ങേറി.
വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൂരം മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര കൊടിയേറ്റ് നിർവഹിച്ചു. മേൽശാന്തി CN വത്സൻ, ക്ഷേത്രയോഗം ഭാരവാഹികളായ MV വിജയൻ, MV സുരേഷ്, VK സുനിൽ ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, CR ബാബുരാജ്, NR വിജയൻ, CR ആര്യൻ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 13-നാണ് പൂരം. 20 പൂരസെറ്റ് കരയോഗങ്ങളുടെ പങ്കാളിത്തത്തിൽ 20 ഗജവീരന്മാരെ അണിനിരത്തി പൂരവും കാവടി ആഘോഷവും നടക്കും. കൊടിയേറ്റം മുതൽ ഉത്സവ ദിവസം വരെ വിവിധ കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറും. പൂരദിവസം വൈകിട്ട് വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവരുടെ പന്തൽ വരവ് നടക്കും. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക ഉത്സവങ്ങൾ അലങ്കോലമാക്കാൻ നടത്തിയ ഇടപെടലിൽ LDF അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന വരാക്കര ഉണ്ണിമിശിഹ പള്ളിയിലും വെണ്ടൂർ നമ്പൂരിച്ചൻ അമ്പലത്തിലും നടന്ന ഉത്സവ ചടങ്ങിന്റെ ഭാഗമായി വച്ച കമാനങ്ങളും ബോർഡുകളും ബാനറുകളും പഞ്ചായത്ത് അധികൃതർ വന്ന് അഴിച്ചുമാറ്റി. എന്നാൽ ചില ആഘോഷങ്ങൾക്ക് മൗനാനുമതി നൽകി. ഇത് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് LDF അംഗങ്ങളായ PK ശേഖരൻ, PS പ്രീജു, ശൈലജ നാരായണൻ, സജന ഷിബു, ജിഷ്മ എന്നിവർ നേതൃത്വം നൽകി സെക്രട്ടറിയെ ഉപരോധിച്ചത്. സ്വജനപക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് വിശ്വാസികളോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസിലും ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസി ജോണി ഉൾപ്പെടെ ചില മെമ്പർമാർ പരാതി നൽകി. ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലാകെ 26,74,625 വോട്ടർമാർ. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ 2025-ന്റെ ഭാഗമായി 2025 ജനുവരി 1 യോഗ്യതാ തീയതിയായ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ 2338 പോളിംഗ് സ്റ്റേഷനുകളിലായി ആകെ 26,74,625 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 12,77,491 പുരുഷ വോട്ടർമാരും 13,97,098 സ്ത്രീ വോട്ടർമാരും 36 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. 2024 വർഷത്തെ അന്തിമ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ 83,904 വോട്ടർമാരുടെ വർധനവ് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. സമ്മതിദായകരുടെ സ്ത്രീ പുരുഷ അനുപാതം 1094, പുതുതലമുറ വോട്ടർമാർ 33,985, 26,881 ഭിന്നശേഷി വോട്ടർമാരും 4,055 പ്രവാസി വോട്ടർമാരും 1,660 സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കരട് വോട്ടർ പട്ടികയിന്മേലുള്ള അവകാശങ്ങളും ആക്ഷേപങ്ങളും എല്ലാം തീർപ്പാക്കിക്കൊണ്ടാണ് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെയും അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അന്തിമ വോട്ടർ പട്ടികയുടെ ജില്ലാതല പ്രസിദ്ധീകരണം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 84-ാം നമ്പർ ബൂത്ത് ലെവൽ ഓഫീസർ CJ ബിനോയ്ക്ക് പട്ടിക കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. വോട്ടർ പട്ടിക ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും കാര്യാലയത്തിൽ പ്രസിദ്ധീകരിക്കും. പട്ടികയുടെ പ്രിന്റ് ചെയ്ത ഒരു കോപ്പിയും ഒരു ഡിജിറ്റൽ കോപ്പിയും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായി ലഭ്യമാക്കും. തലോർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുനർദം തിരുവുത്സവം ജനുവരി 8 മുതൽ 14 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുട്ടികളുടെ തിരുവാതിരക്കളി അരങ്ങേറും. വ്യാഴാഴ്ച വൈകിട്ട് ഡോക്ടർ ശ്രീകാന്ത് ഗുരുപദത്തിന്റെ പ്രഭാഷണം, തുടർന്ന് ഭക്തിഗാന മഞ്ജരി എന്നിവ നടക്കും. വെള്ളിയാഴ്ച ചോറ്റാനിക്കര ശ്രീ നന്ദപ്പൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും. ജനുവരി 12-ന് രാവിലെ സർവൈശ്വര്യ പൂജയും വൈകിട്ട് ജില്ലയിലെ വിവിധ ടീമുകൾ പങ്കെടുക്കുന്ന തിരുവാതിരക്കളിയും നടക്കും. ജനുവരി 13, 14 തീയതികളിൽ രാവിലെ ശ്രീഭൂത ബലിക്ക് ശേഷം ദേവനെയും ദേവിയെയും പുറത്തേക്ക് എഴുന്നള്ളിക്കും.
13-ന് വൈകിട്ട് ശുഗപുരം ദിലീപ്, ശുഗപുരം രഞ്ജിത്ത് എന്നിവരുടെ ഡബിൾ തായമ്പക നടക്കും. ഉത്സവ നാളുകളിൽ ഉച്ചയ്ക്ക് ശേഷം ഭക്തർക്ക് മഹാനിവേദ്യം വിതരണം ചെയ്യും. സമാപന ദിവസങ്ങളിൽ അന്നദാനം ഉണ്ടായിരിക്കും. ക്ഷേത്രം ഭാരവാഹികളായ EP നാരായണൻ നമ്പൂതിരി, K സുനിൽകുമാർ, KB മോഹനൻ, TN നിഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7215 രൂപ, പവന് 57,720 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു. തിരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയം 19ാമത് വാർഷികം നാട്ടുണർവ് ആഘോഷിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൂരം മഹോത്സവത്തിന് കൊടിയേറി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക ഉത്സവങ്ങൾ അലങ്കോലമാക്കാൻ നടത്തിയ ഇടപെടലിൽ LDF അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു. ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലാകെ 26,74,625 വോട്ടർമാർ. തലോർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുണർദം തിരുവുത്സവം ജനുവരി 8 മുതൽ 14 വരെ ആഘോഷിക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.